ഹായ് ഹലോ എല്ലാവർക്കും അഗി സ്റ്റോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് എൻ്റെ നാട്ടിൽ നിന്ന് വല്യമ്മയും ചേച്ചിയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ വെക്കേഷന്. അപ്പോൾ ഇനി കുറച്ച് ദിവസം അവരിവിടെ ഉണ്ടാവേ. 2 ദിവസം മുമ്പ് ഏട്ടൻ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു, ജിത്തു ചേട്ടൻ. ഇപ്പോൾ ഇവരൊക്കെ എത്തിയിട്ടുണ്ട്. ഇവർ രാവിലെ വെളുപ്പിന് രാജറാണിയിൽ ഇവിടെ അങ്ങാടിപ്പുറത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയത്. അപ്പോൾ നമുക്ക് പോയി കൊണ്ടുവരാൻ എളുപ്പമായിരുന്നു കേട്ടോ. അങ്ങനെ അച്ഛൻ രാവിലെ പോയി അവരെ കൊണ്ടുവന്നേ. അങ്ങനെ അവരിതാ ഫ്രഷ് ആയിട്ടൊക്കെ ഇരിക്കണം. ഒത്തിരി പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വല്യമ്മ ഉണ്ടാക്കി ഉണ്ണിയപ്പാണേ അത്. അങ്ങനെ ഒത്തിരി പലഹാരങ്ങളും പിന്നെ മാമ്പഴവും അങ്ങനെ വീട്ടിലുണ്ടായ നാരങ്ങയും അങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ വല്യമ്മമാരൊക്കെ ഇവിടേക്ക് വരുന്നത്. ചേച്ചിയും ചേട്ടനൊക്കെ ഇടയ്ക്ക് വന്ന് പോവാറുണ്ട്. പക്ഷേ അവർ വന്നിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അല്ലെങ്കിൽ അങ്ങടേക്ക് പോവുക അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ അതാ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുകയാണ് അമ്മ. ഞാൻ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ അത് അപ്പം ചൂടുകയാണ്. പിന്നെ ഞങ്ങളൊരു ചട്നിയും കൂടെ ഉണ്ടാക്കി കേട്ടോ. വൈകുന്നേരം നേരത്തെ കഴിച്ച് കയറിയതായതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല വിശപ്പിലായിരുന്നേ. ഒരു കാലിച്ചായൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം തന്നെ ഇതൊക്കെ റെഡിയാക്കി കേട്ടോ. അവരൊക്കെ ഫ്രഷൊക്കെ ആയി എത്തിയപ്പോഴേക്കും ഫുഡൊക്കെ റെഡിയായി. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ മേശ നിറയെ ഇരുന്നിട്ട് എല്ലാവരും കൂടെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. കാരണം അല്ലെങ്കിൽ ഞങ്ങളാകെ 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെയൊക്കെ ആയപ്പോൾ പിന്നെ നല്ല രസമായി. പിന്നെ ഞങ്ങൾ ഉച്ചത്തേക്കുള്ള പരിപാടിയൊക്കെ തുടങ്ങി. അങ്ങാടിപ്പുറത്ത് തിരുമാന്താംകുന്ന് പൂരം നടക്കുകയായിരുന്നു കേട്ടോ. ടൈം തീരാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നും നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ 2 പേരിങ്ങനെ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പം കുട്ടികളിങ്ങനെ പോയി നോക്കി നിൽക്കുകയാണേ. ഉച്ചത്തേക്ക് ഞങ്ങൾ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളതാണ്. അപ്പോൾ പിന്നെ അതുണ്ടാക്കി. എല്ലാവരും കൂടെ ആയിട്ട് വീടങ്ങ് നിറഞ്ഞു കേട്ടോ. അല്ലുക്കുട്ടനും ഭയങ്കര സന്തോഷമായി. കാരണം അവന് കളിക്കാനും അവൻ്റെ ചേച്ചിയും ചേട്ടനും ഒക്കെ വന്നിട്ടുണ്ടല്ലോ. പിന്നെ അവൻ്റെ ഓരോ പരിപാടിയൊക്കെ ആയിട്ട് വല്യമ്മമാരും ഒക്കെ നിന്ന് കൊടുക്കും. അതുകൊണ്ട് അവന് ഭയങ്കര സന്തോഷമായി കേട്ടോ. അത് കലവല്യമ്മ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഉണ്ണിയപ്പായിരുന്നേ. പിന്നെ ഞങ്ങളത് ആ ഉച്ചത്തേക്കുള്ള ഫുഡൊക്കെ ഒരു സൈഡിൽ കൂടെ റെഡിയാക്കുന്നുണ്ട്. വല്യമ്മ കൊണ്ടുവന്ന മാങ്ങയൊക്കെ ചെത്തി ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. എല്ലാവരും കൂടെ ഇരുന്ന് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കാൻ നല്ല രസമാണേ. ഇതിങ്ങനെ ഞാൻ റാൻഡമായിട്ട് എടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ. അല്ലാതെ ഇതിൽ എന്താ പറയുക ഭയങ്കരമായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങളിങ്ങനെ കൂടിയിരുന്ന് വർത്താനം പറയുന്നതും കുട്ടികളെ കളിയും ഫുഡ് കഴിക്കുന്നതും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം കൂടുതലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇങ്ങനെ അവരെ കൂടെ ഇരിക്കുകയും ഒക്കെ ആയിട്ട് പോയതുകൊണ്ട് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അല്ലുവിന് ഭയങ്കര സന്തോഷമായി. കാരണം അവൻ്റെ കൂടെ കളിക്കാൻ അവരൊക്കെ ഉള്ളതുകൊണ്ട് അവൻ ഫുൾ ടൈം കളിയായിരുന്നു കേട്ടോ അവരുടെ കൂടെ. അവന് പിന്നെ ഫുഡും വേണ്ട ഉറക്കവും വേണ്ട, അങ്ങനെ ഭയങ്കര ജോളിയായിരുന്നു കേട്ടോ. പിന്നെ അവർ പോയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. 10-ാം പൂരത്തിനാണ് കേട്ടോ അവർ വന്നത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് പുറത്തൊന്നും ഇറങ്ങാനൊരു വഴിയില്ല. കാരണം ഫുള്ള് റോഡ് തിരക്കായിരിക്കും. എന്നാലും ഈവനിങ് നമ്മളൊന്ന് ക്ഷേത്രത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളിപ്പോൾ അപ്പൂപ്പൻ്റെ കടയിൽ പോയതായിരുന്നേ സാധനം വാങ്ങാൻ. പിന്നെ നമ്മളിങ്ങനെ ചെടിയൊക്കെ നോക്കി. അവിടെ എല്ലാവർക്കും ചെടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വീട്ടിലൊക്കെ ഫുള്ള് ചെടി വെക്കുന്നതുകൊണ്ട് നമ്മൾ ചെടിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഓരോന്ന് പറയായിരുന്നേ. പോകുമ്പം അതിൻ്റെ തയ്യൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ. പിന്നെ ഞങ്ങൾ സൈൻ ലബാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഏട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നേ. അപ്പോൾ കേക്കിന് വരെ ഞങ്ങൾ സൈൻ ലബാനാണ് കേട്ടോ മേടിച്ചത്. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ വൈകുന്നേരം കുളിച്ച് റെഡിയായി ഞങ്ങളിത് ആ ക്ഷേത്രത്തിലേക്ക് പോകുമായിരുന്നു കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് നടന്ന് പോകാനേ ഉള്ളത് തിരുമാന്താംകുന്നിലേക്ക്. അപ്പോൾ പോകുമ്പോൾ തന്നെ വഴിയിലൊക്കെ തന്നെ എഴുന്നള്ളത്തായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നല്ല തിരക്കായിട്ട് നമുക്ക് നടക്കാനൊന്നും വഴിയില്ലായിരുന്നു കേട്ടോ. പിന്നെ ക്ഷേത്രത്തിലേക്കും ഭയങ്കര തിരക്കായതുകൊണ്ട് പിന്നെ അങ്ങടേക്ക് പോയില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഷോപ്പിൽ പോയി കേട്ടോ. ഷോപ്പിൽ പോയി പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ നിന്നിട്ട് പിന്നെ നമ്മുടെ സ്ഥലത്ത് പോയി അവിടെയൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നത്. നല്ല തിരക്കായിരുന്നു. വീട്ടിലേക്ക് പോരാൻ വേണ്ടി വഴിയൊക്കെ ബ്ലോക്കായിരുന്നു കേട്ടോ. കുറേ നേരം നിന്ന് ബ്ലോക്കിൽ പെട്ടിട്ടാണ് പിന്നെ വീട്ടിലെത്തിയത്. ഇന്നേ ഇത്ര തിരക്കാണെങ്കിൽ നാളത്തെ കാര്യം ഇനി പറയണ്ടല്ലോ, നല്ല തിരക്കായിരിക്കും. അപ്പോൾ പിന്നെ എവിടെയും പോകാൻ പറ്റില്ല. അങ്ങനെ വീട്ടിൽ തന്നെ ആയിപ്പോയിട്ട് 2 ദിവസം അവർ വന്നതിൽ അല്ലിക്കുട്ടൻ എന്താ ഭയങ്കര ജോളിയായിട്ട് കളിയിലാണ് കേട്ടോ. അല്ലെങ്കിൽ വീട്ടിലെപ്പോഴും ഒറ്റയ്ക്ക് ഇങ്ങനെ ടി വിയുടെ മുമ്പിലോ അല്ലെങ്കിൽ ഇങ്ങനെ ചിത്രമൊക്കെ വരച്ചോ അവൻ ഒറ്റയ്ക്കാണല്ലോ. അപ്പോൾ പിന്നെ ഇവിടെ ആൾക്കാരൊക്കെ വന്നപ്പോൾ പിന്നെ അവന് ഭയങ്കര സന്തോഷമായി. ഫുൾ ടൈം അവരെ കൂടെ തന്നെ ഇരുന്ന് കളിയും ബഹളവും ഒക്കെ ആയിരുന്നു. അമ്മയ്ക്ക് പിന്നെ അമ്മയുടെ ചേച്ചിമാരൊക്കെ വന്നതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ. അവർക്കിങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും അവരുടെ വർത്തമാനം പറഞ്ഞിരിക്കാനും ഒക്കെ ആയിട്ട് അമ്മയും അങ്ങനെ തിരക്കിലാണ്. ഇതിപ്പോൾ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. സെക്കൻഡ് ഡേ ഞങ്ങൾ എന്താ പറയുക നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ പണിയിലൊക്കെ ആയിരുന്നു. വല്യമ്മ കൂർക്ക ഒക്കെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. നമുക്ക് കുറേ കൂർക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് അതൊക്കെ ചെത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഉപ്പേരി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പണിയിലായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ ഇതാ കളി തന്നെയാണ്.
അങ്ങനെ ഫുഡൊക്കെ റെഡിയായി ഞങ്ങൾ ഉച്ചയ്ക്ക് എല്ലാവരും കൂടെ ഇരുന്നിട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയും പപ്പടമൊക്കെ ആയിട്ട് കഴിച്ചേ. ഇന്ന് പിന്നെ ഞങ്ങൾ എവിടെയും പോയില്ല, പൂരമായതുകൊണ്ട് വീട്ടിൽ തന്നെയായിരുന്നു. ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. വീട് നിറയെ ആളുണ്ട് കേട്ടോ. കുറേ കാലത്തിന് ശേഷമാണ് അങ്ങനെയൊക്കെ. വീട്ടിൽ പിന്നെ ആൾക്കാരുണ്ടെങ്കിൽ സമയം പോണതും അറിയില്ലല്ലോ. ഈ വീഡിയോസൊക്കെ ഒരു മെമ്മറീസാണ് കേട്ടോ. കുറേ നാൾ കഴിയുമ്പോൾ വീണ്ടും എടുത്ത് നോക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. കാരണം എല്ലാവരും കൂടെ ഇങ്ങനെ കിട്ടുന്ന മൊമെൻറ്റ്സ് വളരെ റെയറാണ്. അതുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുമ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു കണ്ടിന്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. ഇതൊരു 4 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ജിത്തു ചേട്ടനും വൈഫും കുട്ടികളൊക്കെ വരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങൾ തീരെ ചെറുതായതുകൊണ്ട് ഈ ലോങ് യാത്ര അവർക്ക് ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുവരാത്തത്. അവർ ട്വിൻസും ആണല്ലോ, അപ്പോൾ രണ്ടുപേരും കൂടെ മാനേജ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് അവർ വരാത്തത്. അപ്പോൾ ഇനി വരുമ്പോൾ അവർ കുറച്ചുകൂടെയൊക്കെ വലുതാവുമല്ലോ, അപ്പം കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. ഏട്ടൻ പിന്നെ ഇടയ്ക്കൊക്കെ വരാറുണ്ടേ. നിധി ചേച്ചി എന്നെ എപ്പോഴും വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാൻ പറഞ്ഞ് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇതുവരെ തുടങ്ങാത്തതുകൊണ്ട് ഇപ്രാവശ്യം വന്നപ്പം എന്നെ വണ്ടി ഓടിക്കാൻ വേണ്ടി പഠിക്കാൻ തുടക്കം ഇട്ടിട്ടാണ് പോയത്. ഇനി ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് അത് ഫിനിഷ് ചെയ്യണം, എന്തായാലും ഡ്രൈവിംഗ് പഠിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇത് 3ാമത്തെ ദിവസമാണ്. ഞങ്ങളൊന്ന് പുറത്തേക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. വൈകുന്നേരം നല്ല ചൂടും വെയിലാണ്, അപ്പോൾ വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, വാഴ 2. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഓട്ടോ ഒന്നും വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ താഴേക്ക് നടക്കുകയാണ്. ഈ ഒരു 3 മണി ടൈം ആയതുകൊണ്ട് തന്നെ ആരെയും വിളിച്ചിട്ട് കിട്ടിയില്ല, എല്ലാവരും വീട്ടിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിലെത്തി കേട്ടോ. നല്ല സിനിമയായിരുന്നു, എല്ലാവർക്കും നല്ല ഇഷ്ടമായി. നല്ലൊരു എന്താ പറയുക, കോമഡിയും നല്ല ഇമോഷൻസും ഒക്കെയുള്ള നല്ലൊരു സിനിമയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എനിക്ക് വാഴ ഫസ്റ്റിനേക്കാളും സെക്കൻഡാണ് കേട്ടോ കൂടുതൽ ഇഷ്ടമായത്. അങ്ങനെ ഞങ്ങൾ പടത്തിന് കയറി. 3 മണിക്കൂറുണ്ടായിരുന്നേ പടം. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി വലിയമ്മമാർക്കൊക്കെ ഇഷ്ടപ്പെടുമല്ലേ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അതിൽ പിന്നെ സ്ഥിരം ഇതൊക്കെ കഴിച്ച് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ സെക്കൻഡ് ഹാഫ്. അതുകൊണ്ട് അവനെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ പടം കഴിഞ്ഞ് നമ്മൾ നേരെ മാർക്കറ്റ് സിറ്റി മാളിലോട്ട് പോയിട്ടോ. എന്തെങ്കിലും ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും എന്താ പറയുക, ഡ്രസ്സും പിന്നെ അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എന്തോ പാട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ നിന്ന് കണ്ടിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ വിശാൽ മാർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് നെസ്റ്റോയ്ക്ക് പോയിട്ടോ. ഒരു ചായ കുടിക്കാൻ കുറേ കട നോക്കി ലാസ്റ്റ് എവിടെയും കിട്ടാതെയാണ് ഞങ്ങൾ നേരെ നെസ്റ്റോയിലേക്ക് എത്തിയത്. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഓരോ സാധനങ്ങളൊക്കെ മേടിച്ചു. ചായക്ക് പോയിട്ട് ചായ കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ജ്യൂസും പിന്നെ സ്നാക്സൊക്കെ കഴിച്ചിട്ട് പിന്നെ അവർ കുറേ അല്ലറ ചില്ലറ പർച്ചേസൊക്കെ നടത്തി. ഞങ്ങൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഇറങ്ങിയപ്പോഴേക്കും ഭയങ്കര ബ്ലോക്കായിരുന്നു. ഞങ്ങൾ ഒരു മണിക്കൂറൊക്കെ തന്നെ ബ്ലോക്കിൽ പെട്ട് വണ്ടിയൊന്നും തിരിച്ചു പോകാൻ കിട്ടാതെ കുറേ അവിടെ നിന്നുപോയി കേട്ടോ. പിന്നെ എവിടെ നിന്നൊക്കെയോ പോയി വണ്ടിയൊക്കെ കിട്ടി. ഒരു 10 മണിയൊക്കെ ആയി വീട്ടിലെത്തിയപ്പം. ഇത് അടുത്ത ഡേ ആണ്. ഇന്ന് രാവിലെ തൊട്ട് എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. കാരണം 4 ദിവസം പെട്ടെന്ന് പോയി. എന്താ പറയുക, ഇനിയിപ്പോൾ എന്നാണ് ഇനി തിരിച്ച് ഇതുപോലൊരു മീറ്റിംഗ് എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം എല്ലാവർക്കും ഉണ്ടായിരുന്നു. എല്ലാവരും ഓരോ സൈഡിൽ ഇങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാനാണ് നിന്ന് ഫുഡ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ കൊഞ്ചും തീയലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. 9:30 ആയപ്പോൾ ഇവിടെ അങ്ങാടിപ്പുറത്ത് തന്നെയാണ് ട്രെയിന്. അവർക്ക് 10 മണിക്കാണ് ട്രെയിന്. 9:30 ആയപ്പോൾ അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ പാക്കൊക്കെ ചെയ്ത് സെറ്റായിട്ടിരിക്കുകയാണ്. അച്ചു ഓട്ടോ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ചുവാണ് പിന്നെ കൊണ്ടുവന്നാക്കിയത് കേട്ടോ. അപ്പോൾ അല്ലുക്കുട്ടന് ഭയങ്കര സങ്കടമായിരുന്നു. അവനും പോവാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ അല്ലു ഭയങ്കര വിഷമമായിരുന്നു. അവൻ പോയി കഴിഞ്ഞിട്ടും ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ പിറ്റേന്നാണ് അതൊന്ന് റെഡി ആയത്. അപ്പോൾ ഇനി ഞങ്ങളിനി
അടുത്ത വെക്കേഷൻ ചിലപ്പോൾ അങ്ങോട്ടൊക്കെ ആയിരിക്കും, എന്താണെന്നൊന്നും അറിയില്ല. എന്നാലും ഇതുപോലെ ഒരു കൂടലിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലായിരിക്കും കേട്ടോ ഇനി.